പ്രഭു, അശോകവനത്തെ നശിപ്പിക്കാൻ വന്ന ആ വാനരനെ പിടിക്കാൻ ചെന്ന നമ്മുടെ പുത്രൻ അക്ഷയനെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞുവോ? എന്തെങ്കിലും വിവരമോ? മണ്ടോദരി, ഞാൻ അക്ഷയൻ വിജയിച്ചു എന്ന വാർത്തയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ വിശ്വാസം സത്യമാവട്ടെ. അക്ഷയൻ ഒരു കൊച്ചു കുമാരനാണ്. ആ വാനരനാണെങ്കിൽ വലിയ ശക്തനാണെന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പുത്രൻ വരാൻ താമസിക്കുന്ന ഓരോ നിമിഷവും എന്റെ ക്ഷമ അതിര് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജന്മം നൽകിയ മനസ്സിന്റെ സങ്കടം. മണ്ടോദരി, നമ്മുടെ പുത്രൻ അത്രയും ഭീരുവാണെന്നാണോ കരുതിയിരിക്കുന്നത്? ആ കുരങ്ങൻ എത്ര വലിയ മഹാവീരനാണെന്നുണ്ടെങ്കിലും അവൻ നിമിഷത്തിനുള്ളിൽ അടക്കാൻ മാത്രം വീര്യമുള്ളവനാണ് അക്ഷയൻ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ദേവി, ഈ നേരം നമ്മുടെ പുത്രൻ ആ കുരങ്ങിന്റെ ആവേശവും അഹങ്കാരവും പൂർണ്ണമായും അടക്കിയിട്ടുണ്ടാവും. അവന്റെ കൈകാലുകളെ കയറുകൊണ്ട് ബന്ധിച്ച് നമ്മുടെ വീരന്മാരെ കൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുവരിക മാത്രമല്ല, അവനും ഒരു വീരനായി മുൻപേ നടന്നു വരികയായിരിക്കും. ആ കാഴ്ച കാണുന്ന നമ്മുടെ രാജ്യത്തെ പ്രജകൾ അഹങ്കാരം പിടിച്ച കുരങ്ങിനെ കീഴ്പ്പെടുത്തിയ രാജകുമാരൻ നീ നാൾ വാഴട്ടെ എന്ന് ആരവത്തോടുകൂടി അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അത് നീ ദർശിച്ചുകൊള്ളൂ. മഹാരാജാവേ, മഹാരാജാവേ! എന്താണ് പടയാളി? എന്റെ പുത്രന്റെ വിജയവാർത്ത അറിയിക്കുവാൻ എന്തിനാണ് ഇങ്ങനെ പതറിക്കൊണ്ട് ഓടി വരുന്നത്? അല്ല മഹാരാജൻ, നമ്മുടെ രാജകുമാരനായ അക്ഷയകുമാരനെ അക്ഷയകുമാരനെ കുരങ്ങ് അത് പറയൂ. മഹാരാജാവേ, നമ്മുടെ രാജകുമാരനായ അക്ഷയകുമാരനെയും മറ്റു വീരന്മാരെയും ആ കുരങ്ങ് വധിച്ചു മഹാരാജ. എന്ത്? എന്റെ പ്രിയ പുത്രനായ അക്ഷയനെ ആ പീറക്കുരങ്ങ് വധിച്ചുവെന്നോ? മണ്ടോദരി, നമ്മുടെ പ്രിയപുത്രൻ എന്നേക്കുമായി നമ്മളെ വിട്ടുപോയല്ലോ പ്രഭു. പ്രജകളെല്ലാം വാഴ്ത്തും വിധം അവൻ നടന്നു വരുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? ആ പ്രജകളോടൊപ്പം നമ്മുടെ ജീവിതം ഇരുട്ടിലാക്കിയിട്ട് അവൻ പോയി കളഞ്ഞല്ലോ ഈശ്വര. എനിക്ക് ഭഗവാൻ തന്ന പുത്രനെയും ആ വാനരൻ വധിച്ചുവല്ലോ പ്രഭു. വാനരൻ വധിച്ചുവല്ലോ. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് പ്രഭു? എന്താണ് ചെയ്യാൻ പോകുന്നത്? നാളെ തനിക്കുണ്ടാവാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് അറിയാത്ത ആ ബുദ്ധിയില്ലാത്ത പീറക്കുരങ്ങ് ഇന്ന് നമ്മുടെ പ്രിയ പുത്രനെയാണ് വധിച്ചിരിക്കുന്നത്. അക്ഷയനെ വധിച്ച ആ പീറക്കുരങ്ങിനെ അണുവായി വെട്ടി അരിഞ്ഞാൽ മാത്രമേ എന്റെ ക്രോധം അടങ്ങുകയുള്ളൂ. അതിനുവേണ്ടി ആ മർക്കടനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ പുത്രനായ ഇന്ദ്രജിത്തിനെ ഇപ്പോൾ തന്നെ നാം അയക്കാം. ഇന്ദ്രജിത്തിനെയോ? വേണ്ട പ്രഭു, വേണ്ട. നമ്മുടെ ഇളയ പുത്രനാണ് മൃത്യു വരിച്ചത്. ഇന്ദ്രജിത്ത് നമ്മുടെ മൂത്ത പുത്രനാണ്. അവനെയും കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണോ? വേണ്ട പ്രഭു, വേണ്ട. മണ്ടോദരി, ഇന്ദ്രജിത്ത് നമ്മുടെ മൂത്ത പുത്രൻ മാത്രമല്ല, പർവ്വതമുയർത്തിയ ഈ രാവണന് ജനിച്ച പർവ്വതം പോലുള്ള പുത്രൻ. ആ പർവ്വതത്തോട് ഏറ്റുമുട്ടിയാൽ ആ വാനരന്റെ ശിരസ്സായിരിക്കും ഉടയുന്നത്. വേണ്ട പ്രഭു. ദേവി, അക്ഷയനെ പോലെ നമ്മുടെ ഇന്ദ്രജിത്തിനെയും ആ കുരങ്ങൻ അങ്ങനെ വധിക്കാൻ കഴിയുകയില്ല. ഇന്ദ്രജിത്ത് പിറന്ന ഉടനെ ഇടിമിന്നൽ പോലെ ഗർജിക്കുന്നത് കേട്ട് മേഘത്തിന്റെ അധിപതിയായ ഇന്ദ്രൻ പോലും ഭയന്ന് നമ്മുടെ പുത്രന് മേഘനാഥൻ എന്ന പേര് നൽകിയത്. ആ മൂഢനായ കുരങ്ങ് ഇന്ദ്രജിത്തിന് ഒരു എതിരാളിയേ അല്ല. ആ കുരങ്ങനെ ഇന്ദ്രജിത്തിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഭയപ്പെടാതിരിക്കൂ. ഞാൻ ചെന്ന് എന്റെ മാതുലനായ മാലിയോട് ആ കുരങ്ങനെ പിടിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ആരാഞ്ഞിട്ട് വരാം. കാവൽക്കാരാ, മഹാരാജൻ, നീ ചെന്ന് ഇന്ദ്രജിത്തിനോട് ഞാൻ വിളിച്ചതായി പറഞ്ഞ അവനോട് മാതുലൻ മാലിയുടെ മാളികയിലേക്ക് വരാൻ പറയൂ. മണ്ടോദരി, നിന്റെ മനസ്സിനെ ശാന്തമാക്കൂ. ഞാൻ പോയി വരാം. ഇനിയും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായി എന്റെ പുത്രനായ ഇന്ദ്രജിത്തിനെങ്കിലും മൃത്യുവിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. ഞാൻ ഇപ്പോൾ തന്നെ പോയി അവനെ തടയാം. ഓം നമഃ ശിവായ. ദൈവമേ, കൈലാസനാഥ,
കരുണാമൂർത്തി, ഗംഗയും ചന്ദ്രനെയും തിരിജടയിൽ അണിഞ്ഞ് ഈ ലോകം മുഴുവനും കാക്കുന്ന മഹേശ്വര, എന്റെ പിതാവായ ആദിശേഷൻ എന്റെ പതിയുടെ ജീവൻ എടുക്കാനായി ഓരോ നിമിഷവും തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത ശപഥത്താൽ എന്റെ പതിയുടെ ജീവന് യാതൊരുവിധ ആപത്തും സംഭവിക്കാതെ നീ തന്നെ അവരെ കാത്തരുളേണമേ. സുലോചനെ, വന്നാലും പ്രഭു, ഞാൻ ഈശ്വരനെ പൂജിക്കുന്ന സമയത്ത് അങ്ങ് ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പൂജയുടെ സമയത്ത് ഞാൻ വന്നതുകൊണ്ടല്ലേ എന്നെപ്പറ്റി നിന്റെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്ത്? അങ്ങയെപ്പറ്റി എനിക്ക് ഭയമോ? അതെ, നിന്റെ പിതാവ് മുഖേന എനിക്ക് യാതൊരുവിധ ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈശ്വരനോട് പ്രാർത്ഥിച്ചത്? അതിനെപ്പറ്റിയാണോ പറഞ്ഞത്? പ്രഭു, ഞാൻ അങ്ങയുടെ ജീവന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ലാതെ തിങ്കളാഴ്ച വ്രതവും ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. തിങ്കളാഴ്ച വ്രതമെടുത്താൽ നാരികളുടെ മാംഗല്യ ഭാഗ്യത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നാണ് ശാസ്ത്രം. സുലോചനെ, നിന്റെ പിതാവിന്റെ ശബ്ദത്തിൽ നിനക്കത്രയും വിശ്വാസമുണ്ടോ? അതെ പ്രഭു, നാഗങ്ങൾക്ക് പ്രതികാര ബുദ്ധി കൂടുതലാണ്. ഞാൻ നാഗകന്യകയാണ്. എന്റെ പിതാവ് നാഗങ്ങളുടെ രാജാവായ ആദിശേഷനാണ്. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അവിടെ നിന്ന് എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം ചെയ്തതിനാൽ അദ്ദേഹം താങ്കളുടെ ജീവൻ എടുത്തേ അടങ്ങൂ എന്ന് പറഞ്ഞ ശപഥം നിറവേറ്റാതെ വിടുകയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് അങ്ങയെ രക്ഷിക്കുവാനായി ഞാൻ വ്രതമെടുക്കുന്നത്. സുലോചനെ, നിന്റെ പിതാവിന്റെ ശാപം എന്നെ വലയം ചെയ്തിരിക്കുകയാണെന്ന് നീ വിചാരിക്കരുത്. നവഗ്രഹ ദേവന്മാരാൽ എന്റെ ജീവനെടുക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുവനും ഒരു ഉപഗ്രഹമായി വാനിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭു, അവിടെ നിന്നെന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് ദേവി. ഞാൻ പിറക്കാൻ പോകുന്ന സമയത്ത് എന്റെ പിതാവ് രാവണേശ്വരൻ നവഗ്രഹ ദേവന്മാരെയെല്ലാം വിളിച്ചു വരുത്തി എനിക്ക് പിറക്കാൻ പോകുന്ന പുത്രൻ ഗംഭീരമായി തന്നെ വളരുവാൻ വേണ്ടി നിങ്ങളുടെ അനുഗ്രഹം വേണം. അതുമാത്രമല്ല, അവന്റെ ജാതകത്തിൽ നിങ്ങളെല്ലാവരും നല്ല യോഗമുള്ള ഇടങ്ങളിൽ വേണം അമരേണ്ടതെന്നും അങ്ങനെയല്ലാതെ ദോഷമുള്ള ഇടങ്ങളിൽ ചെന്ന് അമർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പിതാവിന്റെ ഭീഷണിക്ക് ഭയന്ന് ആ നവഗ്രഹ ദേവന്മാർ അങ്ങയുടെ ജാതകത്തിൽ നല്ലയിടം നോക്കിയല്ലേ അമർന്നിരിക്കുക? ആ, തീർച്ചയായും. എന്നാൽ അമരുന്നതിന് മുമ്പ് അവരെല്ലാവരും കൂടിച്ചേർന്ന് എന്തോ ആലോചിച്ചു അത്രേ. അതെന്തായിരുന്നു? മുന്നും പിന്നും ആലോചിക്കാതെ രാവണേശ്വരന്റെ ജാതകത്തിൽ നമ്മൾ യോഗമുള്ള ഇടങ്ങളിൽ അമർന്നതുകൊണ്ടാണ് അവൻ വിശ്വത്തെയും നമ്മെയും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അവന് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകത്തിലും നമ്മൾ യോഗമുള്ള ഇടങ്ങളിൽ അമർന്നു കഴിഞ്ഞാൽ പിന്നീട് വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് അവർ ആലോചിച്ചു. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? 8 ദേവന്മാരും എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. എന്നാൽ അപഹാരമൂർത്തിയായ ശനി ഭഗവാൻ മാത്രം നമുക്കെല്ലാവർക്കും രാവണന്റെ പുത്രന്റെ ജാതകത്തിൽ യോഗമുള്ളിടങ്ങളിൽ തന്നെ അമരാം, അതോടൊപ്പം ഒരു പ്രതിനിധി ഗ്രഹത്തെ കൂടി സൃഷ്ടിക്കാം, അത് നമുക്കെതിരായിട്ടുള്ള കാര്യങ്ങളെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശക്തിയാൽ ഒരു പ്രതിനിധി ഗ്രഹത്തെ സൃഷ്ടിച്ചു. അത് ഗുളികൻ എന്ന നാമധേയത്തിൽ എന്റെ ജാതകത്തിൽ 8ാം സ്ഥാനത്തുള്ള ആയുർസ്ഥാനത്തിൽ വന്ന് അമർന്നു അത്രേ. അതിന്റെ ഫലം എന്താണ്? ആ ഗുളികൻ എവിടെയാണോ ഉപവിഷ്ടനാകുന്നത് ആ സ്ഥലത്തിന്റെ ബലം കുറയ്ക്കുമത്രേ. അതായത് പിതാവുള്ളപ്പോൾ തന്നെ പുത്രൻ മൃത്യുവരിക്കുന്നത് വിധിയാണത്രേ. പ്രഭു, അങ്ങയുടെ പിറവിയുടെ രഹസ്യമായ ഈ സത്യം അങ്ങേക്ക് എങ്ങനെ അറിയാം? പറഞ്ഞാലും പ്രഭു, പറഞ്ഞാലും. ഒരു സമയത്ത് മുക്കാലവും അറിഞ്ഞ നാരദ മഹർഷിയെ ഞാൻ സന്ദർശിച്ച സമയത്ത് അദ്ദേഹമാണ് പറഞ്ഞത്. ഈ സത്യത്തെ ഇതുവരെ എന്റെ അടുത്ത് പോലും അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ. നിന്നോട് മാത്രമല്ല, എന്റെ മാതാപിതാക്കളോട് പോലും പറഞ്ഞിട്ടില്ല. എന്നോട് പരിധിയില്ലാത്ത സ്നേഹമുള്ള അവർ ഈ സത്യമറിഞ്ഞാൽ അവർ എനിക്ക് മുമ്പേ മൃത്യുവരിക്കും എന്നുള്ളതിനാൽ ഈ രഹസ്യത്തെ എന്റെ മാതാവിനോടും പിതാവിനോടും പറയരുതെന്ന് ഞാൻ നാരദ മഹർഷിയോട് ഉറപ്പും വാങ്ങിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളറിയാതെ അവിടുന്ന് വിധിപ്രകാരം പോകുമെന്ന് തീരുമാനിച്ചുവോ? ദേവി, വിടില്ല, വിടുകയില്ല. ശനി ഭഗവാനോ എന്റെ പിതാവായ ആദിശേഷനോ ആരും അങ്ങയെ വധിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി തിങ്കളാഴ്ച വ്രതം ഒരു ദിനം മാത്രമല്ല, ഇന്നു മുതൽ അങ്ങോട്ട് എന്റെ അവസാന ശ്വാസം വരെ എല്ലാ ദിവസവും ഉണ്ണാതെ ഉറങ്ങാതെ വ്രതമിരുന്ന് ശിവഭഗവാന്റെ വരം നേടി അങ്ങയുടെ ജീവൻ ഞാൻ രക്ഷിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. സുലോചനെ, നീ നിന്നെ സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിന്റെ പിതാവ് ആദിശേഷൻ
ശനി ഭഗവാൻ, അവരാൽ സൃഷ്ടിക്കപ്പെട്ട ഗുളികൻ, ഇവർ 3 പേരെന്നല്ല, ഈ ഭൂലോകത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു വരം ഞാൻ നേടിയിട്ടുണ്ട്. അതെയോ? എന്തു വരം? അർത്ഥാംഗിനി, ശനി ഭഗവാന്റെ പദ്ധതിയെക്കുറിച്ച് എന്നോട് എടുത്തു പറഞ്ഞ നാരദ മഹർഷിയോട് തന്നെ ആ പദ്ധതിക്കെതിരായ ഒരു ഉപായം ചോദിച്ചു. അദ്ദേഹം എന്തു പറഞ്ഞു? ഒരുവൻ എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാലും അവന്റെ കുലദൈവം മാത്രമേ അവനെ രക്ഷിക്കുകയുള്ളൂ. ആയതിനാൽ നീ നിന്റെ കുലദൈവത്തോട് പ്രാർത്ഥിച്ച് ആർക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു വരം നേടുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാനും ഈ ലങ്കയുടെ വടക്കുകിഴക്ക് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഞങ്ങളുടെ കുലദൈവമായ നികുംബല എന്ന ഭദ്രകാളിയുടെ അനുഗ്രഹം നേടുവാൻ 108 മഹായാഗങ്ങൾ ചെയ്തു ഞാൻ. ദേവി അനുഗ്രഹിച്ച് അങ്ങ് ചോദിച്ചവർ അങ്ങയ്ക്ക് നൽകിയോ? ഇല്ല. പിന്നെ? ദേവി, ശാസ്ത്രമുറകൾ ഒട്ടും തന്നെ തെറ്റാതെ ഞാൻ യാഗം ചെയ്ത് അവസാനിപ്പിച്ചിട്ടും വേദനായികയായ നികുംബല ദേവി കനിഞ്ഞ് എനിക്ക് വരം നൽകാത്തതിനാൽ ഞാൻ അവളുടെ ഹൃദയം തകർന്നു നിന്നു. ഒന്നുകിൽ മൃത്യുവെ ജയിക്കണം, അല്ലെങ്കിൽ ചാമുണ്ടിയുടെ മുമ്പിൽ സ്വന്തം ജീവൻ ബലി കഴിക്കണം എന്ന വൈരാഗ്യബുദ്ധിയോടെ അവളുടെ മുൻപിൽ നിന്നു. ആ സമയത്ത് മാതേ, നീ അഖിലം വാഴുന്ന അഖിലാണ്ട കോടി ശക്തി സ്വരൂപിണിയാണ്. ദിനവും കന്യകമാർ പൂജിക്കുന്ന ആനന്ദവല്ലിയെ, നികുംബല എന്ന പേരിൽ അറിയപ്പെട്ട് ഈ നിർമ്മലമായ വനത്തിലെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭദ്രകാളിയെ, നിന്റെ അനുഗ്രഹത്താൽ ജീവിത സാഫല്യം നേടുവാനായി 108 യാഗങ്ങൾ ഞാൻ ചെയ്തു പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയും നിന്റെ മനം എന്തുകൊണ്ടാണ് കനിയാത്തത് മാതേ? വരൂ, വന്ന് നിന്റെ ഭക്തനായ ഞാൻ ചോദിക്കുന്ന വരങ്ങൾ തരൂ. വരൂ മാതേ, വരൂ. മാതേ, എന്തിനാണിങ്ങനെ താമസിക്കുന്നത്? ഞാൻ എന്തെങ്കിലും അഹിതം പ്രവർത്തിച്ചുവോ? അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഈ യാഗങ്ങളിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചതാണോ? പറഞ്ഞാലും മാതേ, പറഞ്ഞാലും. ഓ, എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് പവിത്ര എന്ന് നീ ഈ ലോകത്തെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഭദ്രകാളി എന്ന നാമം സ്വീകരിച്ചുവെങ്കിലും നീ രക്തവെറിയുള്ളവളല്ലേ. ആയതിനാൽ ഞാൻ നടത്തിയ ഈ ശുദ്ധമായ യാഗം നിനക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ദേവി, എന്നിൽ നിന്ന് നീ രക്തബലി ആഗ്രഹിക്കുന്നുണ്ടോ? നൽകാം മാതേ, നൽകാം. മാതേ, ഇതാ എന്റെ ശിരസ് തന്നെ അറുത്ത് നിന്റെ കാൽപാദങ്ങളിൽ ബലിയായി തരാം ഞാൻ. അത് നീ ഉള്ളം നിറഞ്ഞ് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും മാതേ. ഇന്ദ്രജിത്തെ, നിൽക്കൂ. ഇന്ദ്രജിത്തെ, നിൽക്കൂ. അവിടുന്ന് വന്നുവോ മാതാവേ? അഖിലാണ്ട ഈശ്വരിയെ, നികുംബലാദേവിയെ, ആദിപരാശക്തിയെ, ഭദ്രകാളിയെ, മാതേ, അവിടുന്ന് വന്നുവോ? ഈ അടിയന്റെ പ്രാർത്ഥനകൾ കേട്ട് ദർശനം തന്നുവല്ലോ അവിടുന്ന്. ഇതെന്റെ മഹാഭാഗ്യമാണ്. മഹാകാളിയെ, മാതങ്കിയെ, ഭീമമായി ഞങ്ങളുടെ അസുരകുലത്തെ കാത്തു രക്ഷിക്കുന്ന നികുംബലാദേവിയെ, ഈ ഭക്തന്റെ വിനീതമായ പ്രണാമങ്ങളെല്ലാം സ്വീകരിക്കണേ മാതേ, സ്വീകരിക്കണേ. ഇന്ദ്രജിത്തെ, നിന്റെ പ്രശസ്തി എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. പുത്ര, നിന്റെ മനക്കരുത്ത് പരീക്ഷിക്കാനാണ് ഞാൻ അല്പം താമസിച്ചു വന്നത്. നിനക്ക് വേണ്ട വരം എന്താണെന്ന് ചോദിച്ചുകൊള്ളുക. മാതേ, നവഗ്രഹദേവന്മാരുടെ പദ്ധതി അനുസരിച്ച് ശനി ഭഗവാൻ ഞാൻ അല്പായുസിൽ മൃത്യു വരിക്കുന്നതിനു വേണ്ടി ഗുളികൻ എന്നൊരു പ്രതിനിധി ഗ്രഹത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഗ്രഹത്തിന്റെ ആക്രമണം മാത്രമല്ല, വേറെ ഒന്നുകൊണ്ടും തന്നെ ഞാൻ മൃത്യു വരിക്കാതിരിക്കുവാൻ അങ്ങനെ വരം അനുഗ്രഹിക്കണം. പുത്ര, വിളഞ്ഞ പയറുമണികളെല്ലാം തന്നെ സമയമാകുമ്പോൾ കൊഴിയുക തന്നെ ചെയ്യും. അതുപോലെ ഈ ലോകത്ത് പരമ്പൊരുളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും അവരവരുടെ വിധി കഴിഞ്ഞാലുടൻ യമൻ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ജീവനുകളിൽ ഒരുവനായ നീ മാത്രം മൃത്യു വരിക്കാതിരിക്കുവാനുള്ള വരം നൽകാൻ എനിക്കാവില്ല.
വേറെ എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചാലും ഞാൻ നൽകാം. വേറെ വരം? ഇന്ദ്രജിത്തെ, എന്താണ് ആലോചിക്കുന്നത്? വേറെ ഒന്നുമല്ല മാതേ, നിദ്രയില്ലാത്ത ജീവൻ ഭൂമിയിലുണ്ടോ എന്ന് ചിന്തിച്ചതാണ്. നിദ്രയില്ലാത്ത ജീവനുകളോ അങ്ങനെ ഒന്നും തന്നെയില്ല. അസുരന്മാർ, മനുഷ്യർ, അങ്ങനെ എല്ലാരും തന്നെ പകൽ ഉണർന്നിരുന്ന് രാത്രിയിൽ നിദ്രയിലാഴുന്നവരാണ്. മാതേ, ദേവന്മാരുടെ നേത്രങ്ങൾ മൂടാറേയില്ലെന്നും ആയതിനാൽ അവരെ ഇമവെട്ടാത്ത മിഴികളുള്ളവരാണെന്നും പറയപ്പെടുന്നുണ്ട്. പുത്ര, ദേവന്മാർ ഇമവെട്ടാത്ത മിഴികളുള്ളവർ തന്നെയാണ്, എന്നാൽ നിദ്രയിൽ ലയിക്കാത്ത മിഴികളുള്ളവരല്ല. ഇന്ദ്രജിത്തെ, മനുഷ്യർക്ക് ഒരു വർഷമെന്നത് ദേവന്മാർക്ക് ഒരു ദിനമാണ്. ആ ഒരു ദിനത്തിലും രാവ് പകല് അങ്ങനെ രണ്ടുമുണ്ട്. അതിനെയാണ് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പറയുന്നത്. ആയതിനാൽ ദേവന്മാർ ഉത്തരായനത്തിൽ ഉണർന്നിരുന്ന് ദക്ഷിണായനത്തിൽ മിഴികൾ മൂടാതെ തന്നെ ഉറങ്ങി വിശ്രമിക്കുന്നവരാണ്. എല്ലാത്തിനും ഉറവിടമായ പരമ്പൊരുൾ എന്നതിനെ ഒഴിച്ച് എല്ലാ ദൈവങ്ങൾക്കും ആ നീതി ബാധകമാണ്. അതുകൊണ്ടാണ് ദക്ഷിണായനത്തിന്റെ അവസാന മാസമായ മാർഗഴി മാസത്തിൽ മനുഷ്യന്മാർ പള്ളി ഉണർത്തൽ ഗാനം ആലപിച്ച് ദൈവങ്ങളെ തുയിലുണർത്തുന്നത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി മാതേ, നന്നായി മനസ്സിലായി. ഇപ്പോൾ എനിക്ക് ഞാൻ ചോദിക്കേണ്ട വരം എന്തെന്നും മനസ്സിലായി. അങ്ങനെയാണോ? ചോദിക്കൂ, ഉടനെ നൽകുന്നതാണ്. മാതേ, സകല ജീവരാശികളും നിത്യവും ഉറങ്ങിയെഴുന്നേൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏത് മനുഷ്യനാണോ തുടർന്ന് 14 വർഷങ്ങൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് തപസ്സനുഷ്ഠിക്കുന്നത്, അവനിലൂടെ ഞാൻ മൃത്യുവരിക്കാൻ പാടുള്ളൂ. അങ്ങനൊരു വരം അവിടുന്ന് എനിക്കിപ്പോൾ തന്നെ നൽകേണ്ടതാണ് മാതേ. വളരെ സന്തോഷം ഇന്ദ്രജിത്തെ, നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. ഭാഗ്യം, മഹാഭാഗ്യം. മാതേ, വിജയം, വിജയം, മഹാവിജയം! എല്ലാവരെയും ഭയപ്പെടുത്തി വാഴുന്ന സാക്ഷാൽ ശനി ഭഗവാനെയും എന്നെ നശിപ്പിക്കുവാൻ തുടിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ആദിശേഷനും എതിരായി ഞാൻ വരം നേടിയിരിക്കുകയാണ്. വിജയം! ഇതൊരു മഹാവിജയമാണ്. ജയ് മഹാകാളി! സുലോചനെ, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ശനി ഭഗവാന്റെ പദ്ധതി എങ്ങനെ പരാജയപ്പെട്ടുവെന്ന്? മനസ്സിലായി. എന്നാൽ 14 വർഷങ്ങൾ നിദ്രയില്ലാതെ തപസ്സനുഷ്ഠിക്കുന്ന ഒരാൾ ഉണ്ടാവുകയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ഉറപ്പാക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനൊരു മനുഷ്യന് ഉറപ്പായിട്ടും എങ്ങും ഉണ്ടാവില്ല. ഒരുപക്ഷെ എനിക്ക് ലഭിച്ച വരത്തെക്കുറിച്ച് അറിഞ്ഞ് ശനി ഭഗവാൻ അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചാലും അവൻ ഒരു നിമിഷമെങ്കിലും കണ്ണടക്കുക തന്നെ ചെയ്യും. എന്തായാലും എനിക്ക് ലഭിച്ച വരത്തിലൂടെ ഞാൻ തോൽപ്പിച്ചത് ശനി ഭഗവാന്റെ പകയെ മാത്രമല്ല, നിന്റെ പിതാവിന് എന്നോടുള്ള പകയും ചേർത്താണ്. ആയതിനാൽ സുലോചനെ, നീ ശിവഭഗവാനെ വണങ്ങിക്കോളൂ. എനിക്കതിൽ സന്തോഷമേയുള്ളൂ. എന്നാൽ എന്റെ ജീവന്റെ പേരിൽ ഭയന്ന് ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്ന് നിന്റെ സുന്ദരമേനിയെ നശിപ്പിക്കരുത്. പ്രഭു, അവിടുന്ന് പറയുന്നത് പോലെ ദേവിയുടെ വരം അങ്ങയുടെ ജീവനെ രക്ഷിക്കുമെങ്കിൽ ഞാൻ എടുക്കുന്ന തിങ്കളാഴ്ച വ്രതം എന്റെ മാംഗല്യത്തെ കാക്കും. ആയതിനാൽ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം ഈ വ്രതം ഞാൻ അനുഷ്ഠിക്കുക തന്നെ ചെയ്യും.